സംവിധായകൻ രഞ്ജിത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ കേസിലാണ് ഈ കസ്റ്റഡിയെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യ 2 കേസിൽ ഇരകളോട് കോടതി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമായതാണ്. നിങ്ങൾ എത്തിയത് വൈകിപ്പോയി എന്നാണ്. അവൾ അല്പം വൈകിപ്പോയി എന്ന് പറയുന്നൊരു പഴയ സിനിമ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ വൈകിപ്പോയി എന്നാണ് കോടതി ആ ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ ബലാത്സംഗം പോലുള്ള കേസ്, ബലാത്സംഗത്തിൻ്റെ പരിധിയിലാണ് ഇത് വരിക. 2013 ഏപ്രിൽ 1 ഇറക്കിയ ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ടിൻ്റെ നോട്ടിഫിക്കേഷൻ, അന്നാണ് ഇറങ്ങുന്നത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ആ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ 7 നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് റേപ്പിന്. ആ നിർവചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഈ പറഞ്ഞ പരാതികളൊക്കെ റേപ്പാണെന്ന്. ആ നിർവചനങ്ങൾ ഒന്നും തന്നെ ഇന്ന് വരെ ഒരു കോടതിയും റദ്ദ് ചെയ്തിട്ടില്ല. അതിപ്പോഴും ലൈവായിട്ട് നിലവിൽ നിൽക്കുകയാണ്. പക്ഷെ എന്നാലും ഇരകൾ കോടതി ചെന്നാൽ ഉടനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ട് അപ്പം വന്നില്ല, നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഉറങ്ങിയിരുന്നു. ഇങ്ങനെ നിയമത്തിൽ ഇതിന് സമയപരിധി നിശ്ചയിക്കാത്തൊരു കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന ചോദ്യം തന്നെ നിയമവിരുദ്ധമാണ്. കാരണം നിയമത്തിന് ടൈം ബൗണ്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ബലാത്സംഗ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾ പരാതിപ്പെട്ടിരിക്കണം എന്ന് നിയമത്തിൽ വ്യവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ശരിയാണ്. പക്ഷേ നിയമത്തിൽ വ്യവസ്ഥ ഇല്ലാതിരിക്കെ ഇങ്ങനെ ചോദിക്കാം. പക്ഷേ ആ ചോദ്യത്തിൻ്റെ പേരിൽ ഈ ഇരകളാക്കപ്പെടുന്നവരുടെ പരാതികൾ തള്ളിക്കളയുന്നത് എത്ര നല്ല സമീപനമാണ് എന്ന് കോടതി പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ. കാരണം അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ. ഇത് നിയമവിരുദ്ധമായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് നിയമവിരുദ്ധമാണെന്ന് പറയാം. നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, സമയപരിധി ഇല്ല ഇതിന്. അപ്പോൾ കാലപരിധി നിയമത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം, ഒരു കുറ്റകൃത്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ കോടതി പറയുന്നത് അതങ്ങനെ പോട്ടെ, നിങ്ങൾ ഇപ്പം തന്നെ വൈകിയില്ലേ, നിങ്ങൾ എന്തിനാണ് വൈകിയതെന്നാണ് ചോദ്യം. അപ്പോൾ എന്തിനു വൈകി എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ആ ആനുകൂല്യം നൽകിയിട്ടാണ് രഞ്ജിത്തിന് 2 കേസുകളിൽ നിന്നും കോടതി ജാമ്യം നൽകി, കോടതി വെറുതെ വിട്ടത്. ഇങ്ങനെ ഈ 2 കേസിൽ, ആ 2 കേസിലും സത്യത്തിൽ അയാൾ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത കോടതി പരിഗണിച്ചില്ല, പോയിക്കോട്ടെ. പക്ഷേ കോടതി ഉദാരമായ സമീപനം ഈ സിനിമാ സംവിധായകനോട് സ്വീകരിക്കുകയാണ് ചെയ്തത്. എൻ്റെ അറിവിൽ കോടതി സിനിമാക്കാരിൽ ഒരു നിഷ്ഠൂരമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ദിലീപിനെതിരെ മാത്രമാണ്. അതെന്താണ്? കാരണം വെച്ചാൽ ദിലീപിനെ എത്ര മാസം ദിലീപിനെ ജയിലിലിട്ട്. ദിലീപ് ഡയറക്റ്റായിട്ട് ബലാത്സംഗം ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരുത്തൻ ഞാനിത് ദിലീപിന് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരു തെളിവും ഹാജരാക്കാതെ കോടതി ചെന്നപ്പോൾ കോടതി നേരെ ദിലീപിനെ ജയിലിലിടാൻ പിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതൊന്നും തന്നെ ഇയാൾക്ക് ബാധകമല്ല, ബാക്കിയുള്ളവർക്ക്. രഞ്ജിത്തിന് ഇതൊന്നും ബാധകമായിരുന്നില്ല. രഞ്ജിത്തിനെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത്ത് ഒരു കാര്യം ധരിച്ചു, താൻ എന്ത് ചെയ്താലും കോടതി തന്നെ വെറുതെ വിടും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഉടനെ തന്നെ ഇതിൽ നിന്ന് പിന്മാറിയില്ല. അയാൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ച് ചെയ്തു എന്ന് വന്നപ്പോൾ നിവൃത്തിയില്ലാതെ പെൺകുട്ടി പരാതിപ്പെടുകയാണ് ചെയ്തത്. ആ പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് കോടതി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മുന്നിലുള്ള പല കേസുകളിലും ഒത്തുതീർപ്പ് എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് നിയമത്തിൻ്റെ വഴിയെ പോകാൻ തന്നെ തീരുമാനിക്കുക കൂടി ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ ജാമ്യം പോലും നിഷേധിച്ചിട്ടുണ്ടാവും. അല്ല, ജാമ്യം നിഷേധിച്ചതെന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം അങ്ങനത്തെ ആയതുകൊണ്ടാണ്. ബലാത്സംഗ കേസിൽ ആർക്കാ ജാമ്യം കൊടുക്കേണ്ടത്? ബലാത്സംഗ കേസിൽ സത്യത്തിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ജീവപര്യന്തം തുടങ്ങി അങ്ങോട്ട് മേലോട്ടല്ലേ ശിക്ഷ. 20, 25 കൊല്ലം 30 കൊല്ലമൊക്കെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ബലാത്സംഗവും ബാക്കി കാര്യങ്ങളും. അത്തരം ഒരു കേസിൽ വരുന്ന സമയത്ത് ഉദാരമായിട്ട് ജാമ്യം കൊടുക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാരും ഇതുപോലെ സിനിമയിലും ഉള്ളവരും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരോടുള്ള കോടതിയുടെ സമീപനം വളരെ ഉദാരമാണ് എന്ന് പൊതുജനങ്ങൾക്കൊരു പരാതി തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സാധാരണ ഒരു കാരണം ഒരു തെറ്റ് ചെയ്യുന്നതും രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഉള്ള ഒരാൾ തെറ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ് ഇപ്പോൾ കോടതി കാണുന്നത്. സാധാരണക്കാരൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ അപ്പം തന്നെ പിടിച്ച് ജയിലിലിടുക തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഈ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ജാമ്യം കൊടുക്കും, അയാൾക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ജാമ്യം കൊടുക്കും, അയാൾക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ജാമ്യം കൊടുക്കും, ഇതൊക്കെ കൊടുക്കും.
ഇത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉദാരന്മാരാകുന്നു എന്നാണ്. അങ്ങനെ കോടതി ഒരു ഔദാര്യം കാണിക്കണമെങ്കിൽ അതെല്ലാവരോടും കാണിക്കണമല്ലോ. എല്ലാവരോടും ഈ ഔദാര്യം ഇല്ല. ഇപ്പോൾ ഇത്തവണത്തെ ഈ കേസിൽ രഞ്ജിത്ത് ഈ വിവരം അറിയുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അറിഞ്ഞ ഉടനെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അമരത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, എല്ലാ തെളിവുകളും ശേഖരിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. എന്താ കാര്യം, ഈ ആദ്യത്തെ 2 കേസിൽ ഇയാൾ പ്രതിയായിരുന്നു. ഇതേ സമീപനമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് എടുക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊക്കെ എന്തൊരു ഉദാരമായ സമീപനമാണ് നമ്മുടെ നീതിന്യായ കോടതി എടുക്കുന്നത്. ആർക്കും കുറ്റം ചെയ്യാൻ പ്രേരണ നൽകുന്ന വിധത്തിൽ ഉദാരമായ സമീപനം ഈ കോടതികൾ പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. വിശേഷിച്ചും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരോട് കോടതിയുടെ സമീപനം, മാങ്കൂട്ടത്തിൻ്റെ കേസടക്കം നിങ്ങൾ എടുത്തു നോക്ക്, ഉദാരമല്ലേ? വളരെ അവർ പറയണ ഞങ്ങൾ ബെയിലാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത്, ജയിൽ കഴിയുന്നത് അത്ര കൊടുക്കരുതെന്നാണ്. എന്താണ് ഇവരുടെ ഒരു വാദം? ഈ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടെന്നാണോ? ആവർത്തിച്ച് സീരിയൽ റേപ്പിസ്റ്റാണ് ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ. പുല്ലുപോലെയല്ലേ കോടതി ജാമ്യം കൊടുക്കുന്നത്? സാധാരണക്കാരനൊരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യം. സാധാരണയായിട്ട് ഇത് ദുർബലരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവർക്ക് പറയാനും പറഞ്ഞ് കേൾപ്പിക്കാനൊന്നും കെൽപ്പില്ലാത്ത സ്ത്രീകളുണ്ട്. ഇത് പലപ്പോഴും ഇത് ഇങ്ങനൊരു സംഭവിച്ചു കഴിഞ്ഞാൽ പകച്ചു പോകും സ്ത്രീകൾ. അതെ, ഇപ്പോൾ ഈ കേസിൽ ഇവർ ഒരു വാദം പകച്ചു പോകും. ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് കിട്ടില്ല. ഇത് ആരോട് പറയണമെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല. ചോദിക്കാം കോടതിക്ക്, നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ അത്തരത്തിലുള്ള വളരെ സങ്കീർണമായ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് അതൊന്നും പറയാൻ കഴിഞ്ഞെന്നിരിക്കില്ല. ഈ കേസിലും ഈ പെൺകുട്ടി കടന്നു പോകുന്ന ആ ട്രോമ ഉണ്ടല്ലോ, അതിന് ചികിത്സ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സമയം കൊടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും വേറൊരു കാര്യമുണ്ട്. ഇയാൾക്ക് ഉടനെ തന്നെ ഇയാളുടെ സ്വാധീനം ഉപയോഗിക്കുകയാണ്. മുകേഷ് അയാളുടെ സ്വാധീനം ഉപയോഗിക്കുകയാണ്. ഗണേഷ് അയാളുടെ സ്വാധീനം. നിങ്ങൾ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്ക്. രാഹുൽ മാങ്കൂട്ടമായാലും മുകേഷ് ആയാലും ഗണേഷ് ആയാലും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് ആയാലും പിന്നെ സിദ്ദിഖ് ആയാലും, നിങ്ങൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എടുത്തു നോക്കൂ. സൂരജ് ആയാലും, ഇവരോടൊക്കെ നമ്മുടെ കോടതികളും നീതിന്യായ സംവിധാനങ്ങളും വളരെ ഉദാരമായ സമീപനമാണ് പുലർത്തുന്നത്. കാരണം അവരെയൊക്കെ സംരക്ഷിക്കണം. അവരുടെയൊക്കെ ജീവിതം നശിച്ചു പോകും. അത് വന്നു കഴിഞ്ഞാൽ, ഇതിന് മാനഹാനി ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അപ്പോൾ ഒരു പാവപ്പെട്ടൊരു പെണ്ണിൻ്റെ മാനം പോയതിനെക്കുറിച്ച് ഇവർക്കൊരു ആശങ്കയില്ലേ? ഒരു പാവം പെണ്ണിൻ്റെ മാനം പോയതിനെക്കുറിച്ച് യാതൊരാശങ്കയും കോടതിക്കില്ല. പക്ഷേ രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും സംരക്ഷിക്കുന്നു. അതിനാകെ ഉള്ള ഒരേ ഒരു അപവാദം ദിലീപ് മാത്രമാണ്. അതിൽ യഥാർത്ഥത്തിൽ അയാൾ നേരിട്ട് ബലാത്സംഗം ചെയ്തിട്ടുമില്ല. ബലാത്സംഗം ചെയ്ത ഒരുവൻ പറഞ്ഞത് തന്നോട് ബലാത്സംഗം ചെയ്യാൻ അയാൾ പറഞ്ഞു എന്നാണ് പറയണത്. അങ്ങനെ താൻ പോയി ചെയ്തു എന്നാണ്. കുറ്റകൃത്യത്തിന് പ്രേരണ കൊടുത്തു എന്നുള്ളൊരു കുറ്റമാണുള്ളത്. അതിൻ്റെ പേരിലാണ് ദിലീപിനെ പിടിച്ച് 90 ദിവസം മറ്റോ ജയിലിനകത്തിട്ടത്. അതല്ലാതെ വേറെ ആരുടെ കാര്യത്തിൽ ഈ കോടതി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്? ഉദാരമല്ലേ സ്വീകരിക്കുന്ന നിലപാടുകൾ? എന്താ രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും അതുപോലുള്ളവർക്കും പ്രമാണിമാർക്കും അവരുടെ പ്രശസ്തി, അവരുടെ സ്വാധീനം, ഇതിനെ കോടതി ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ 2 കേസിലും ഇയാളെ ഉദാരമായ സമീപനത്തോടുകൂടി കോടതി വെറുതെ വിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ 3ാമത്തെ കാര്യം കൂടി ചെയ്യാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത്. ഇത്തരത്തിലുള്ള മനോരോഗികളായിട്ടുള്ള കുറ്റവാളികളെപ്പോലും കോടതി വെറുതെ വിടുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം.